നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് കേട്ടാൽ വിചാരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത്. പക്ഷെ അതൊരു കുറച്ചൊരു കൂടുതൽ പ്രശ്നത്തിലോട്ട് എത്തുമ്പോൾ ഇതൊരു മാനസിക രോഗത്തിന്റെ അല്ലെങ്കിൽ അതിപ്രശ്നമുള്ള ഒരു ഗൗരവകരമായ ഒരു വിഷയത്തിലേക്കാണ് ഇത് പോകുന്നത്. ഓവർ തിങ്കിങ് എന്നുള്ളത്, അതായത് അമിതമായിട്ട് ചിന്തിക്കുക, അതിനെക്കുറിച്ച് വ്യാകുലത ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഓവർ തിങ്കിങ് എന്നുള്ളത്. ഇതൊരു ഡിസീസിന്റെ ഒരു അസുഖത്തിന്റെ ടേമിൽ നമുക്ക് പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ മിക്കവാറും ആൾക്കാരിലുള്ളതാണ് ഈ ഓവർ തിങ്കിങ്. അത് കൂടി കഴിയുമ്പോൾ ജീവിതത്തിലെ പല വ്യാകുലത, ആൻഷ്യസ് ആവും, ആൻസൈറ്റി ഭയങ്കരമായിട്ടും കൂടും. അതിങ്ങനെ തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലുള്ള മാനസിക രോഗങ്ങളിലോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നടന്നതായിട്ട് ചിന്തിക്കുകയും അത് തനിക്ക് ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ മനസ്സിൽ സ്വയം ചിന്തിക്കുകയും ചെയ്തിട്ട് അതിനെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ ആരും തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാറില്ല. അതായത് ഒരു നടക്കാൻ സാധ്യതയുള്ള കാര്യം നടന്നു, അത് എനിക്ക് പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. പക്ഷേ നെഗറ്റീവായിട്ട് നടന്നു, എനിക്ക് നെഗറ്റീവായിട്ട് വന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ചെയിൻ ബൈ ചെയിൻ ആയിട്ട്, അതായത് ഒരു നെഗറ്റീവ് കാര്യം ചിന്തിച്ചു, പിന്നെ അതിനോടനുബന്ധിച്ച് അതിനെ ബന്ധിപ്പിച്ച് വേറെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു, അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതാണ്. ചിന്തകൾ കാട് കയറി പോകുന്ന ഒരു അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, ചില ആൾക്കാർക്ക് നിയന്ത്രിക്കാനുള്ള കഴിവില്ല. ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കുമെന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ചിന്തിച്ചു പോവും. പാനിക് അറ്റാക്ക് വരുന്നത് ഈ കൂട്ടർക്ക് അതിസാധാരണമാണ്. പെട്ടെന്ന് നമുക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകില്ല, ഒരു ആൻസൈറ്റി വരുന്നു, അതുപോലെ തന്നെ നമ്മൾ തളർന്ന പോലെ വിയർക്കുന്നു, ഒരു തളർച്ച പോലെ ആവുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ തോന്നുന്നുള്ളത് പാനിക് അറ്റാക്ക്. ചില ആൾക്കാർക്ക് പാനിക് അറ്റാക്ക് വരില്ല. അങ്ങനെയുള്ള ആൾക്കാർ മിക്കവാറും ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒത്തിരി ആൾക്കാർ ഇതൊരു വളരെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയായിട്ട് ചിന്തിക്കുന്നു, എല്ലാവരും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും നെഗറ്റീവ് തിങ്കിങ് വരും, അല്ലെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. പക്ഷെ അന്നേരത്തേക്കും അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നിലേക്ക് അതിനൊരു വഴി തെളിഞ്ഞാൽ അതിലേക്ക് കൂടുതലായിട്ട് പ്രയത്നിക്കുക. ആ സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, അല്ലെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നം വഷളാവും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മിക്കവാറും നിങ്ങൾക്ക് കൂടുതലാണ് ഈ ഓവർ തിങ്കിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസും മെഡിസിൻസും കൂടെ ഒപ്പം കൊണ്ടുപോയാൽ മാത്രമേ ഈ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് നിർത്താൻ പറ്റുള്ളൂ. കാരണം അല്ലാത്ത ആൾക്കാർക്ക് സ്വന്തം നിയന്ത്രിച്ച് നിർത്താം. ഇനി ഹോർമോണൽ ഇംബാലൻസ് കൂടെ ഇതിലേക്ക് വന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു, അതായത് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും, ഇനി ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അതിലും മോശം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെയും നെഗറ്റീവ് സൈഡിലേക്ക് ചിന്തിക്കുക എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ ആയുർവേദത്തിന് വളരെ നല്ല സൈഡ് എഫക്ട്സ് ഇല്ലാത്ത, ദീർഘനാളുകൾ കഴിക്കേണ്ടതായിട്ടില്ലാത്ത മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ബ്രീത്തിങ് എക്സസൈസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്, സേർട്ടൺ യോഗ ടെക്നിക്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്, മെഡിസിൻസ് ഇൻക്ലൂഡഡ് ആണ്. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് കുറച്ചെടുക്കാനും സാധാരണഗതിയിലേക്ക് ജീവിതത്തിലേക്ക് പോകാനും വളരെ എളുപ്പമാണ്. ഇനി ഇതിൽ തന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ ഡോക്ടർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ചില ടെക്നിക്സ് മൂലം. കാരണം അപ്പോൾ നമ്മൾ തിങ്കിങ്ങിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിഹേവിയറിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയഗ്നോസിസ് ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് സൈക്കോളജിസ്റ്റ് തരുന്നതായ ചില കൗൺസിലിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചില ടെക്നിക്സും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഓവർ തിങ്കിങ് നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.